ഹലോ, നമസ്കാരം. വിയറ്റ്നാം കാഴ്ചകൾ തുടരുകയാണ്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ നിർത്തിയത് ബാന ഹില്ലിലേക്കുള്ള യാത്രയുടെ ബ്രേക്ക് പോയിന്റിൽ വെച്ചാണ്. ഈ എപ്പിസോഡിൽ ബാന ഹില്ലിലേക്കുള്ള തുടർ യാത്രയും ബാന ഹില്ലിലെ അത്ഭുത കാഴ്ചകളും പിന്നെ ചില വെറൈറ്റി മത്സരങ്ങളുടെ കാഴ്ചകളും മറ്റുമാണ്. ആരും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നാട്ടുസഞ്ചാരിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ബാന ഹില്ലിലേക്കുള്ള യാത്ര തുടരുന്നു. നമ്മുടെ ഗൈഡ് ലിന്നിന്റെ ഒരു വിയറ്റ്നാം പാട്ടോടുകൂടി യാത്ര തുടരാം. lập kiên khu vì nhân dân kiên đau không ngừng, tiếng mau ra xa trường, tiếng lên cùng tiếng lên, nước non Việt Nam ta vâng bền. Wow, ta đi lên theo bước đoàn thanh niên đi lên, cố gắng xứng đáng cho ngoan Bác Hồ. Lời thề ta ghi sâu mãi mãi trong tim, không phải quyết xưng danh thiêng liêng anh dung nước nhà. Tiếng quốc kỳ thắm tươi, anh em ta yêu Tổ quốc suốt đời, cùng yêu nhân dân yêu chuộng lao động tham gia thi đua học hành ngày một tiến xa. Vì Tổ quốc xã hội chủ nghĩa, vì lý tưởng của Bác Hồ, vì എല്ലാവർക്കും പാട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ലിൻ പാടിയത് അവരുടെ നാഷണൽ സോങ് ആയിരുന്നു. നമ്മൾ വിടുമോ? ഇതാ നമ്മുടെ സോങ്. ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉജ്ജല ഗംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജലധി തരംഗ തബ ശുഭ നാമേ ഗാഹേ തബ ശുഭ ആശിഷ മാഹേ ഗാഹേ തബ ജയ ഗാഥാ जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे പാട്ടിനെ തുടർന്ന് ലിന്നിന്റെ വക നമ്മളെ വിയറ്റ്നാം ഭാഷ പഠിപ്പിക്കലും നമ്മുടെ വക ഗൈഡിന് ഹിന്ദിയും മലയാളവും ഒക്കെ പഠിപ്പിക്കലുമായി ഒരു ഉല്ലാസയാത്ര. ഇതിനിടയിലാണ് ഗൈഡ് നമ്മോടൊപ്പമുള്ള ശാസ്ത്രജ്ഞരെ കുറിച്ച് അറിഞ്ഞത്. അവൾക്ക് ആരാധനയായി. സ്പേസ് സയന്റിസ്റ്റുകളാണെന്നറിഞ്ഞപ്പോൾ കൂടുതൽ പരിചയപ്പെടലും ഫോട്ടോ എടുക്കലും ഒക്കെയായി ജഗപുക. സത്യത്തിൽ ഈ 3 ശാസ്ത്രജ്ഞന്മാരോടൊപ്പം ടൂർ പോകാൻ കഴിഞ്ഞതിൽ ഞാനും അഭിമാനിക്കുന്നു. തോമസ് തരിയൻ സാർ, മുത്തു സാർ, ഷാജിമോൻ സാർ, 3 പേർക്കും സല്യൂട്ട്. ശാസ്ത്രജ്ഞർ എന്ന വേഷം പൂർണ്ണമായി അഴിച്ചുവെച്ച് പക്ക ടൂറിസ്റ്റുകളായി ഞങ്ങളോടൊപ്പം യാത്ര ചെയ്തതിന്, ഞങ്ങൾക്ക് റോക്കറ്റ് സയൻസ് വിവരിച്ചു തന്നതിന് വീണ്ടും വീണ്ടും നന്ദി. നമ്മൾ ദനാങ് സിറ്റി വിട്ടു.
ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. കാട്ടിലൂടെയും മലകൾ കയറിയും ഇറങ്ങിയുമാണ് യാത്ര. ഇടയ്ക്ക് ഇതുപോലുള്ള ചില കെട്ടിടങ്ങളും കാണുന്നുണ്ട്. ഒരു റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ് സമുച്ചയമാകാനാണ് സാധ്യത. നമ്മളിപ്പോൾ ബാനാ ഹില്ലിന്റെ താഴ്വാരത്തെത്തി. ഈ പാർക്കിംഗ് ഏരിയ കണ്ടാൽ അറിയാം ഇവിടെ എത്രമാത്രം ടൂറിസ്റ്റുകളാണ് ദിവസവും എത്താറുള്ളത് എന്ന്. ഇപ്പോൾ വലിയ തിരക്കൊന്നും കാണുന്നില്ല. ലിൻ ആദ്യമേ വാഹനത്തിൽ നിന്ന് ഇറങ്ങി, കൂടെ ഞങ്ങളും. എന്നാൽ പിന്നെ ഒരു ഫോട്ടോ ആകാമെന്ന് വിചാരിച്ചു. എല്ലാവരും വാഹനത്തിൽ നിന്നിറങ്ങി. മല കയറുന്നതിന് മുമ്പ് മിക്കവരും വാഷ്റൂമിലൊന്ന് പോയി വരാമെന്ന് പറഞ്ഞ് പോവുകയാണ്. താഴെ സുന്ദരമായ ഒരു നദി ഒഴുകുന്നുണ്ട്. കേബിൾ കാറുകൾ ചലിപ്പിക്കുന്ന കേബിളുകളാണ് കാണുന്നത്. പക്ഷെ കാറുകൾ കാണുന്നില്ല. ചിലപ്പോൾ കേബിൾ കാർ ഓപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടാവില്ല. മുകളിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. തുടക്കത്തിൽ കേബിൾ കാറുകളിലല്ല യാത്ര. എസ്കലേറ്ററുകൾ വഴി കുറെ മുകളിലെത്തിയ ശേഷം അവിടെ നിന്നാണ് കേബിൾ കാറിൽ കയറുക. മനോഹരമായി പണിതിട്ടുള്ള ഒരു ഗേറ്റ് വഴിയാണ് ഉള്ളിലേക്ക് കടക്കുന്നത്. ഇവിടം വിസിറ്റ് ചെയ്യുന്നവരെല്ലാം ഇതിനു മുമ്പിൽ നിന്നൊരു ഫോട്ടോ എടുക്കും. ഞങ്ങളും ഫോട്ടോ എടുത്തു. അതാണ് തമ്പനയിൽ കണ്ട ഫോട്ടോ. കുറെ നടക്കാനുണ്ട് എസ്കലേറ്ററിനടുത്തെത്താൻ. പക്ഷെ മുഷിപ്പ് തോന്നില്ല. കാരണം മനോഹരമായാണ് പാസേജിന്റെ ഇരുവശവും ഒരുക്കി വെച്ചിട്ടുള്ളത്.
ഇത് ആദ്യത്തെ എസ്കലേറ്റർ. ഇവിടം മീൻ സീ ലെവലിൽ നിന്ന് 30 മീറ്റർ ഉയരത്തിലാണുള്ളത്. ഇങ്ങനെ കയറി മീൻ സീ ലെവലിൽ നിന്നും 1500 മീറ്റർ ഉയരത്തിൽ നമ്മളെത്തും. അതായത് 4900 അടി ഉയരത്തിൽ. ഇതുവഴി ഒരു കനാൽ ഒഴുകുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ആ നദിയിലെ വെള്ളം ആർട്ടിഫിഷ്യലായി നിർമ്മിച്ച ഈ കനാലിലൂടെ തിരിച്ചുവിട്ടിരിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. ഈ കനാലിൽ നിറയെ മത്സ്യങ്ങളാണ്. കോയി ഫിഷ്, പല വലുപ്പത്തിലും പല നിറത്തിലുള്ളവ. ഈ പാസേജ് നിർമ്മാണത്തിൽ ഒരു ചൈനീസ് ടച്ച് കാണുന്നുണ്ട്. ആ മുകളിൽ കാണുന്ന ചുവന്ന അലങ്കാരങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത്. കനാലിന് നടുവിലായി ചില ഫൗണ്ടനുകളും കാണുന്നുണ്ട്. ഇത് രണ്ടാമത്തെ എസ്കലേറ്റർ. ഇത് മൂന്നാമത്തെ എസ്കലേറ്റർ. ഇത് നാലാമത്തെ എസ്കലേറ്റർ. ഇപ്പോൾ നമ്മൾ മീൻ സീ ലെവലിൽ നിന്നും ഒരു 150 മീറ്റർ ഉയരത്തിലായി കാണും. ഇവിടെ നിന്നാണ് ടിക്കറ്റ് സ്കാൻ ചെയ്ത് കടത്തിവിടുന്നത്. ഇത് വീണ്ടും എസ്കലേറ്റർ നമ്പർ 5. ഇവിടെ നിന്നാണ് കേബിൾ കാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് മുകളിലേക്കുള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രമാണ്. ഇതുപോലുള്ള മറ്റ് 5 സ്റ്റേഷൻ കൂടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആകെ 6 കേബിൾ കാർ സർവീസസ് ഇവിടെ ഉണ്ട്. ഇവിടെയുള്ള കേബിൾ കാറിനൊരു പ്രത്യേകതയുണ്ട്. ഇവ സ്റ്റേഷനുകളിൽ നിൽക്കുന്നുണ്ട്. സാധാരണ കേബിൾ കാറുകൾ ഒരിടത്തും നിൽക്കാറില്ല. അവ ചലിച്ചുകൊണ്ടേയിരിക്കും. സ്റ്റേഷനുകളിൽ ഒന്ന് സ്ലോ ആകും, അത്രമാത്രം. എന്നാൽ ഇവ ഇവിടെ നിർത്തി ആളെ കയറ്റിയ ശേഷമാണ് മൂവ് ചെയ്യുന്നത്. മുകളിലേക്ക് കയറും തോറും തണുപ്പ് കൂടി വരുന്നുണ്ട്. മല മുകളിൽ നിന്നുത്ഭവിച്ച ഒരു നദി പല പല വെള്ളച്ചാട്ടങ്ങൾ സൃഷ്ടിച്ച് താഴേക്ക് പതിക്കുന്നതാണ് കാണുന്നത്. ഇത് കണ്ടോ, എത്ര ഭംഗിയുള്ള വെള്ളച്ചാട്ടം! ഇതുപോലുള്ള അനേകം വെള്ളച്ചാട്ടങ്ങൾ ബാനാഹില്ലിലുണ്ട്. നല്ല ഉയരമുണ്ട് ഈ വെള്ളച്ചാട്ടത്തിന്. പക്ഷെ ദൂരെ നിന്നുള്ള കാഴ്ചയായതിനാലാണ് അതിൻ്റെ ഗാംഭീര്യം കാണാൻ കഴിയാത്തത്. പത്ത് പേർക്കാണ് ഒരു കാറിൽ കയറാൻ കഴിയുക. പക്ഷെ ഞങ്ങളിപ്പോൾ 8 പേർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വിശാലമായി ഇരുന്നു പോകാം. ഈ കേബിൾ കാർ ലോകത്തെ ഏറ്റവും നീളം കൂടിയ നോൺ സ്റ്റോപ്പ് കേബിൾ കാറാണ്. 5801 മീറ്ററാണ് ആകെ നീളം. ഇതിനിടയിൽ സ്റ്റോപ്പുകളില്ല.
മണിക്കൂറിൽ 6500 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് ഈ കേബിൾ ശൃംഖല. ഫ്രഞ്ചുകാരാണ് ബാനാഹിൽ ഡെവലപ്പ് ചെയ്തൊരു വില്ലേജ് ആക്കിയത്. 1919 അവർ ബാനാഹിലിൽ വില്ലേജ് പണി ആരംഭിച്ചത്. ആ സമയം വിയറ്റ്നാം ഫ്രഞ്ച് കോളനിയായിരുന്നു. പിന്നീട് സൺ ഗ്രൂപ്പാണ് ഇവിടം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കിയതും ഈ കേബിൾ കാർ യാത്ര സാധ്യമാക്കിയതും. മലയുടെ ഏറ്റവും മുകളിൽ ഒരു ക്ഷേത്രമുണ്ട്, ലിൻ യങ് ടെമ്പിൾ. അതാണ് ആ ക്ഷേത്രത്തിന്റെ പേര്. ലിൻ എന്നാണ് നമ്മുടെ ഗൈഡിന്റെയും പേര്. ലിന്നിന്റെ അർത്ഥം ഗൈഡ് പറഞ്ഞു തന്നത് നിങ്ങൾ ഓർത്തു കാണും. ഇല്ലാത്തവർ മുൻ എപ്പിസോഡ് കണ്ടാൽ മനസ്സിലാകും. സൺ ഗ്രൂപ്പ് വിയറ്റ്നാമിലെ ഒരു പ്രധാനപ്പെട്ട റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറാണ്. റിട്ടേൺ പോകുന്ന കേബിൾ കാറുകളിൽ യാത്രക്കാരില്ല, അല്ലെങ്കിൽ താഴേക്ക് ആളുകൾ ഇറങ്ങേണ്ട സമയം ആയിട്ടില്ല. തിക് ഫോറസ്റ്റിന് മുകളിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. താഴെ കൊടും കാട്. പക്ഷെ വന്യമൃഗങ്ങൾ ഒന്നിനെയും കാണാൻ കഴിഞ്ഞില്ല. സാമാന്യം വേഗത്തിലാണ് ഈ ഗൊണ്ടോളകൾ സഞ്ചരിക്കുന്നത്. ചില ഗൊണ്ടോളകളിൽ താഴേക്കും യാത്രക്കാരുണ്ട്. ഇവിടെ ഇപ്പോഴും ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ട്. സൺ ഗ്രൂപ്പ് ഇവിടം വീണ്ടും വീണ്ടും വികസിപ്പിക്കുകയാണ്. അത്രയ്ക്ക് ലാഭകരമാണ് ഇവിടുത്തെ ഇൻവെസ്റ്റ്മെന്റ്. ആ കാണുന്നത് ഇവിടുത്തെ ഒരു ഡിസ്റ്റിലറിയുടെ ഭാഗമാണെന്ന് തോന്നുന്നു. ഇവിടെ വൈനും ബിയറും നിർമ്മിക്കുന്ന ഡിസ്റ്റിലറീസ് പലതുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട പല പല പരിപാടികളും നമുക്ക് മുകളിൽ കാണാൻ കഴിയും. ബാർബി ബേ വൈൻ സെല്ലാറിന്റെ ഭാഗമാണത്. നമുക്കവിടെ പിന്നീട് നേരിൽ കാണാം. ഇപ്പോൾ ഇവിടെ ബിയർ ഫെസ്റ്റിവൽ നടക്കുകയാണ്. ഇത് കോടമഞ്ഞ് ഇറങ്ങി തുടങ്ങി. കോടമഞ്ഞ് കണ്ടതും നമ്മുടെ ഗായിക ഉദയശ്രീ അതേക്കുറിച്ചുള്ളൊരു പാട്ട് പാടി തുടങ്ങി. ഇവിടെ സ്റ്റേഷൻ കേട്ടോ. നമ്മളിപ്പോൾ നമുക്കിറങ്ങേണ്ട കേബിൾ കാർ സ്റ്റേഷനിലെത്തി. ഇവിടെ നിന്ന് വീണ്ടും എസ്കലേറ്റർ കയറി വേണം ഏറ്റവും മുകളിലെത്താൻ. അങ്ങനെ നമ്മൾ ഹെവൻ ഓൺ എർത്തിലെത്തി. ഇവിടം അറിയപ്പെടുന്നത് ഹെവൻ ഓൺ എർത്ത് എന്നാണ്. ശരിക്കും ഹെവൻ ഓൺ എർത്ത് തന്നെ. മലമുകളിലെ ഒരു അത്ഭുത വില്ലേജ്, ഒരു പുരാതന ഫ്രഞ്ച് വില്ലേജ്. അടിപൊളി കാലാവസ്ഥ, സുന്ദരമായ കാഴ്ചകൾ. സത്യത്തിൽ എങ്ങനെ വിവരിക്കണം എന്നറിയില്ല. വെറുതെ അല്ല ഫ്രഞ്ചുകാർ അവരുടെ താമസത്തിനായി ഇവിടം തിരഞ്ഞെടുത്തത്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു പ്രധാന അട്രാക്ഷനായ ഹേലിയസ് വാട്ടർഫാൾ ആണ്. ഇറ്റലിയിലെ
ഗോഡ് സ്റ്റാറ്റ്യൂസ് ഇൻ വാട്ടർഫാൾ മാതൃകയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്കൾപ്ചർ സ്റ്റുഡിയോ. ഗ്രീക്ക് ദേവന്മാരുടെ സ്കൾപ്ചറുകളാണ് ഫൗണ്ടനായി ഒരുക്കിയിരിക്കുന്നത്. ഏലിയസ്, അപ്പോളോ, വീനസ്, അഥീന തുടങ്ങി 15ഓളം സ്കൾപ്ചറുകൾ, എല്ലാം സ്വർണ്ണ നിറത്തിൽ രൂപപ്പെടുത്തിയവ. അടുത്തു കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാകുന്നത്. ഒരു അത്ഭുത സൃഷ്ടി. കോടമഞ്ഞിന്റെ ആവരണത്തിൽ കാണാൻ മറ്റൊരു വൈബ്. ഇവിടെ ഒരു ഗംഭീര സ്റ്റാച്യു, ബിയർ മഗ്ഗുമായി നിൽക്കുന്ന ഒരു ആചാന ബാഹു. അതൊരു ബിയർ പ്ലാസയാണ്. അതിന്റെ നിർമ്മാണം തന്നെ വേറെ ലെവൽ. ഒരു ഡൂം പോലുള്ള നിർമ്മിതി. വശങ്ങളും മേൽക്കൂരയും എല്ലാം ട്രാൻസ്പെറന്റ്. നമ്മൾ പിന്നീട് അതിനകത്തേക്ക് പോകും. അവിടെ ചെന്നാൽ എല്ലാവർക്കും ഒരു ബിയർ കോംപ്ലിമെന്റായി ലഭിക്കും. എല്ലാവരും ഓടി നടന്ന് ഷൂട്ട് ചെയ്യുന്നു. ആകെ ത്രില്ലിലാണ് എല്ലാവരും. ഇതിനിടയിൽ ഞാൻ ക്യാമറ നമ്മുടെ അസിസ്റ്റന്റ് ക്യാമറ ഉമ്മനെ ഏൽപ്പിച്ചു. ആരാണെന്ന് പറയേണ്ടതില്ലല്ലോ. ഇനി കാഴ്ചകൾ ബ്രിജിറ്റയുടെ വക. ഞാൻ അങ്ങനെ വ്ളോഗ് കൈകാര്യം ചെയ്യുന്നു. ഹലോ പറയൂ. These are two pretty young ladies. This is the prettiest lady. Daddy, new vlogger in the town. ഞാൻ നിങ്ങൾ രണ്ടുമൊക്കെ ബിയർ കുടിക്കുന്നത് ഇതിലൊക്കെ ഇടും. എന്നിട്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ വരും. ഓക്കെ, കം ഓൺ, നമുക്ക് നടക്കാം. Sorry, this is closed. Wow. Okay, now we have 1 hour free time. We'll meet each other at the meeting point 12:45. Sure. Meeting point 12:45. All right? ജനിത ജിജി. ഞാനാണ് പുതിയ വ്ളോഗർ. നിങ്ങളെ എടുക്കുന്ന
ഹാൻസം ബോയ്സ് ആണ് നിൽക്കുന്നത്, യങ്സ്റ്റേഴ്സ്. അതാണ്. ഓക്കേ. ആ അയ്യോ ഞാനും വരുന്നത്. അങ്ങനെ ഞാൻ ഇതുകൊണ്ട് ഗെയിം കളിക്കാൻ പോട്ടോ. വിയറ്റ്നാം പൊതുവെ ഉഷ്ണകാലാവസ്ഥയുള്ള നാടാണ്. ഫ്രഞ്ചുകാർക്ക് വിയറ്റ്നാമിലെ ചൂട് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ്. അങ്ങനെയാണ് അവർ ഇവിടം ഡെവലപ്പ് ചെയ്തൊരു നഗരമാക്കിയത്. സാൻ ഗ്രൂപ്പ് ഇവിടം ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ എത്താൻ റോഡ് മാർഗമുണ്ടായിരുന്നു. 2013 മാത്രമാണ് കേബിൾ കാർ സംവിധാനം ഇവിടെ ആരംഭിച്ചത്. വിന്റർ ഫെസ്റ്റിവൽ, ബിയർ ഫെസ്റ്റിവൽ തുടങ്ങി പല പല ഫെസ്റ്റിവലുകൾ ഇവിടെ നടക്കാറുണ്ട്. ബിയർ ഫെസ്റ്റിവൽ മെയ് മുതൽ സെപ്റ്റംബർ വരെയാണ് നടക്കാറുള്ളത്. വിന്റർ ഫെസ്റ്റിവൽ നവംബർ 10 മുതൽ ഡിസംബർ 31 വരെയും. ഇപ്പോൾ ബിയർ ഫെസ്റ്റിവൽ നടക്കുന്ന സമയമാണ്. ആ കാഴ്ചകൾ നമുക്ക് തുടർന്ന് കാണാം. ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ബാന ഹില്ലിലെ ബാക്കി കാഴ്ചകൾ തുടർന്നുള്ള എപ്പിസോഡിൽ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം അതിനടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്താൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത എപ്പിസോഡിൽ കാണും വരെ ഗുഡ് ബൈ.